വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു. അനന്തൻ നോക്കൂ, ഷഹബാസ് ഷെരീഫിന്റെ വീടിന് സമീപം മിസൈൽ വർഷം. ഷഹബാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിന് സമീപം മിസൈൽ വർഷം. ഷഹബാസ് ഷെരീഫ് എവിടെ എന്നുള്ള ചോദ്യമാണ് ഇവിടെ നോക്കുന്നത്. പറഞ്ഞതാണ് ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് വലിയ തിരിച്ചടികൾ ഇന്ത്യ അല്ലെങ്കിൽ ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് നാടകീയമായ ഒരു ആക്രമണം അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഷഹബാസ് ഷെരീഫിന്റെയും അസീമിന്റെയും വീടിന് പാക് ആർമി ചീഫിന്റെ വീടിന് സമീപവും സ്ഫോടന ശബ്ദം കേട്ടു എന്ന് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? പാക് പ്രധാനമന്ത്രിക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹം സുരക്ഷിതനാണോ? പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, പാക് പ്രധാനമന്ത്രി എവിടെ? ഇസ്ലാമാബാദിൽ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം എവിടെ? ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറി എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. ഷഹബാസ് ഷെരീഫിൻ്റെ വസതിക്ക് സമീപം ഇന്ത്യ മിസൈൽ വർഷിച്ചു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപമാണ് ഈ സംഭവം ഉണ്ടായത്. ഉടനെ തന്നെ ഷഹബാസ് ഷെരീഫിനെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇസ്ലാമാബാദിൽ വലിയ തോതിലുള്ള നാശമാണ് ഇന്ത്യ വരുത്തിയിട്ടുള്ളത്. വലിയ തോതിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാഹോറിലും പെഷാവറിലും മുസാഫറാബാദിലും ഒക്കെ തന്നെ ഇന്ത്യയുടെ വ്യാപകമായ ആക്രമണം നടക്കുന്നു. പാകിസ്ഥാൻ ഇന്ന് വൈകിട്ട് നടത്തിയ 8 ഡ്രോൺ മിസൈൽ അറ്റാക്കിന് അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ തിരിച്ചടിച്ചുകൊണ്ടാണ് ഇന്ത്യ വലിയ തോതിലുള്ള തിരിച്ചടി ഇപ്പോൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ 3 വിമാനങ്ങളും ഇന്ത്യ തകർക്കുകയും ചെയ്തിട്ടുണ്ട്.